ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും എഴുന്നേക്കാൻ താമസിച്ചു കേട്ടോ. അപ്പോൾ താമസിച്ചെങ്കിലും രാവിലെ ഓരോ ചൂട് ചായ കുടിച്ചിട്ട് എല്ലാവരും ഓരോ ജോലികളിലേക്ക് അങ്ങ് തുടങ്ങി. അപ്പോൾ ഞാൻ താണ്ട മുറ്റത്തെ കുറേ പോച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൊല്ലത്തെ വീടാണ് കേട്ടോ. അപ്പോൾ പോച്ചയൊക്കെ അങ്ങ് ചെത്തി കളഞ്ഞിട്ട് ഇലച്ചെടി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. മുറ്റത്ത് അടുക്കള മുറ്റമായത്. അന്നേരം അതവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പൊങ്ങാതെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അങ്ങനെ ബുഷായിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ അതിനകത്തോട്ട് ഏർപ്പെട്ട് പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച പോയിട്ട് കുറേ സാധനങ്ങൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെണ്ട തൈ, പിന്നെ വഴുതനങ്ങ, പച്ചമുളകിൻ്റെ തൈ, പിന്നെ പച്ചമഞ്ഞൾ, പിന്നെ ചീനിക്കമ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവിടെ നിരത്തി വെച്ചു. അപ്പോൾ ഇത് കുഴിച്ച് വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ പോച്ചയെല്ലാം ചെത്തിപ്പറിച്ച് കളഞ്ഞാലേ നമുക്കിത് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനും സൈചേട്ടനും കൂടെ പോച്ചയെല്ലാം എല്ലാം ചെത്തി വൃത്തിയാക്കുന്നു. അപ്പം എനിക്ക് ദാണ്ടൊരു വാഴക്കൊല കിട്ടി. അങ്ങനെ സൈചേട്ടൻ അത് വെട്ടിത്തന്ന്. പിന്നെ ദാണ്ടൊരു മുള്ളാത്തി ഉണ്ടല്ലേ, മുള്ളാത്തി നല്ല പഴുത്തത്, അങ്ങനെ അതൊരെണ്ണം കിട്ടി. കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ സാധനങ്ങളായി ഇത് കേട്ടോ. മഞ്ഞൾ, പച്ചക്കറി തൈകൾ, മരച്ചീനി കമ്പ്. ആ ചെടിയൊന്നും അതല്ല കേട്ടോ, ചെടിയൊക്കെ ഞാൻ വേറെ മേടിച്ചതാണ്. അതൊക്കെ പുതിയ വീട്ടിൽ വെക്കാനായിട്ട് മേടിച്ച ചെടികളാണ്. ഇത്രയും സാധനങ്ങൾ അതാണ്ട് റെഡ് ലേഡിയുടെ കപ്പ, അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടി. അന്നേരം പിന്നെ വിശപ്പായി എല്ലാവർക്കും. അങ്ങനെ വിശപ്പായപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വാഴയില കീറിക്കൊണ്ട് അടുക്കളയിലോട്ട് വന്നിട്ട് ഞാൻ ഇലയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് അടുക്കളയിലോട്ട് പോരുന്നു. അങ്ങനെ ചൂട് ഇലയപ്പം ആകുമ്പം കാപ്പിയും കൂടെ ആകുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാവും. എന്നിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിന് എന്താണ്ട് എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. പോച്ചയെല്ലാം ചെത്തിക്കളഞ്ഞ് തടമെടുത്ത്, സൈചേട്ടന് അറിയാം അതെങ്ങനെയാണ് നടുന്നതെന്ന്. അപ്പോൾ നല്ല തടമെടുത്ത് മണ്ണ് കൂമ്പാരമാക്കിയിട്ട് അതിങ്ങനെ എല്ലാം നട്ട് കൊടുത്തേക്കുന്നു. ചീനിക്കമ്പും നട്ട് എല്ലാം നട്ടിട്ടുണ്ട്. അവഗാഡോയുടെ തൈ കണ്ടോ, ഇത് നമുക്ക് അവിടുന്ന് കിട്ടിയതല്ല കേട്ടോ. ഇത് ഞാൻ അരിയിട്ട് കിളിപ്പിച്ചതാണ്. 2-3 തൈ ഉണ്ട് അവഗാഡോ. മഴയായപ്പോഴത്തേക്കിന് നമ്മുടെ കുറേ വാഴ പിഴുത് വീണ്, ചിലതൊക്കെ ഒടിഞ്ഞു വീണ് കിടക്കുന്നു. ഇതിനകത്തെല്ലാം കൊലയും ഉണ്ട് കേട്ടോ. പട്ടിക്കൂടിൻ്റെ മുകളിലോട്ട് താണ്ട കൊലയുമായിട്ട്. ഇത് ഞാലിപ്പൂവൻ വാഴയാണ്. ഇതൊക്കെ മഴയായപ്പോഴത്തേക്കിനും ചുവട്ടിൽ മണ്ണില്ല, അങ്ങനെ താണ്ട മറിഞ്ഞ് വീണ് കിടക്കുക. അപ്പോൾ അത് പിഴുത് വീണ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് പാകത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടേക്കുക. പിന്നെ നമ്മുടെ മാങ്ങ, ചെറിയ മാങ്ങ, മാവിനകത്ത് പിടിച്ച മാങ്ങ അതാ ഇത്രയായിട്ടുണ്ട്. നമ്മുടെ നെല്ലി നല്ല ഉഷാറായി നിൽക്കുന്നു. മഴയൊക്കെ ആയപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. ഞാൻ പുതിയ വീട്ടിൽ വെക്കാനായിട്ട് പണിയൊക്കെ തീരുമ്പോൾ ഒരു സൈഡ് ഒതുക്കി വെക്കാനായിട്ട് പേര, പ്ലാവ്, പിന്നെ റംബുട്ടാൻ്റെ തൈ ഒക്കെ ഞാൻ ഇപ്പോഴേ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. അടുക്കള വശത്ത് വെച്ചേക്കുക കേട്ടോ. നമ്മുടെ അടുക്കള വശത്തെ ചെടികളാണ് ഇതൊക്കെ കേട്ടോ. ഇലച്ചെടികളാണ് കൂടുതലും. നല്ല ഭംഗിയാണ്. നിറച്ച് ഇലയുണ്ടായിരുന്നു, കുറേ പൊഴിഞ്ഞു പോയി. നിറച്ചു ഇലയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. മഞ്ഞ, പച്ച, ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. ഇതിന് തന്നെ പല സൈസുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഞാലിപ്പൂവൻ കൊല നിൽക്കുന്നുണ്ടോ, വലിയ കൊലയാണ് കേട്ടോ. മഴയത്ത് വീണത് ഇതുപോലുള്ളതാണ് പിഴുത് വീണ് കിടക്കുന്നത്. ഇത് പിന്നെ ചുവട്ടിൽ മണ്ണുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ദാണ്ട അടുത്ത കൊല, ഇത് കൂമ്പില്ല കണ്ണാൻ. ഇതിനകത്ത് വാഴക്കൂമ്പില്ല കേട്ടോ. നല്ല മധുരമാണ് ഈ പഴം. എന്താണ്ടേ, ഇത് മറ്റേ ബജ്ജി ഉണ്ടാക്കുന്ന ഇത് ഉണക്കത്ത് വീണോണ്ടാണ് ഈ ചെറുതായിട്ട് ചെറിയ കൊല, മുട്ടൻ കൊല കിട്ടുന്നതാണ്. ഉണ്ടായ മൊത്തം വാഴയാണ്. നമുക്കൊരു ചെറിയ ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഴയില ഇവിടുന്ന് തന്നെ ഞങ്ങൾ എടുക്കും കേട്ടോ. നമുക്ക് വാഴയില മേടിക്കാനൊന്നും പോകും. ഒരു കൊല ഒടിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടോ, അത് മറ്റേ ബജ്ജി ഉണ്ടാക്കുന്ന കായുടെ ഒടിഞ്ഞു വീണ് കിടക്കുന്നത്. മഴയത്തെല്ലാം ഒടിഞ്ഞു വീണ്. അപ്പം ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.